ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖിൽ വറാ സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ മഹനീയമായ ആ പച്ചക്കുബ്ബ കാണുമ്പോൾ ഏതൊരു മുഅ്മിനും ആനന്ദം വരികയാണ്. അതിൻ്റെ മുകളിൽ ഇന്നും നമുക്ക് കാണാൻ ഒരടയാളം, പച്ചക്കുബ്ബയുടെ ചാരയായി ഒരടയാളം നാം ഇന്നും അവിടെ പോയാൽ കാണാൻ കഴിയും. അതിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്രം തന്നെ ഇവിടെ പറയുകയാണ്. സുനനു അദ്ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ആയിഷ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഹബീബായ തങ്ങൾ വഫാത്തിനു ശേഷം അവിടെ മഴയ്ക്ക് അഥവാ വരണ്ട് വെള്ളമില്ലാതെ സസ്യങ്ങളും എല്ലാം വളരെ വാടി ഉണങ്ങി, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, അങ്ങനെ വളരെ ഉഷ്ണകാലത്താണ് ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്ന് ഇനിയുള്ള ജനങ്ങൾ ഒന്നടങ്കം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഹബീബായ തങ്ങളുടെ വീടിന് മുകളിലായി അഥവാ ഖബറിന് മുകളിലായി ഒരു ദ്വാരമിട്ട് അതിനിടയിൽ യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങൾ ദുആ ചെയ്യുക, തീർച്ചയായും അവിടെ മഴ വരുന്നതാണ്. ആ നിമിഷം തന്നെ എല്ലാവരും അവിടെ ദുആ ചെയ്യുകയാണ് അല്ലാഹുവിലേക്ക്. അവിടെ ഹബീബായ തങ്ങളുടെ അടുത്തു നിന്നും ദുആ ചെയ്യുമ്പോൾ അത്ഭുതം, അവിടുന്ന് മഴ പെയ്യുകയാണ്. അങ്ങനെ പിൽക്കാലത്ത് അന്ന് ഈ തപ്പനകൾ കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു. പിന്നീട് ആ ഒരു ദുആയുടെ ഇജാബത്ത് കിട്ടുവാൻ വേണ്ടി ആ ഒരു ദ്വാരം പിന്നെ മൂടാൻ പറ്റിയിട്ടില്ല. പിന്നെ പിൽക്കാലം വന്ന രാജാക്കന്മാർ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ സ്ഥലം വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ദ്വാരമുണ്ടാക്കി പിന്നീട് ആ കുബ്ബ ഇന്നും ആ രീതിയിൽ നിലനിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മലായിക്കത്തുകൾ അതിലൂടെയാണ് ആ കുബ്ബയുടെ ചാരത്ത് വട്ടമിട്ടു പാറുന്നത് നാം കണ്ടിരുന്നെങ്കിൽ എത്ര ആനന്ദമായിരുന്നു. സ്വഹാബാക്കളും എല്ലാ മുഅ്മിനീങ്ങളും ലോകത്തിൻ്റെ രാജാവ് ഹബീബ് സയ്യിദുൽ വറാ വുജൂദ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തു ചെന്ന് പൊട്ടിക്കരഞ്ഞ എത്ര മുഅ്മിനീങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, സ്വലാത്തുകൾ നാം ഓരോ നിമിഷവും ചൊല്ലുകയാണ്. ചൊല്ലിക്കഴിഞ്ഞാൽ 10 ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകാമെന്ന് നമ്മെ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പാവങ്ങൾ പൊറുക്കുന്നതാണ്, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നതാണ്. തീർച്ചയായും നാം സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട് മദീനയിലേക്ക് നമുക്ക് ചിറകുകൾ പാറാം.